ഹലോ, എല്ലാവർക്കും മോംടോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആകാം, അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്, അതുപോലെ തന്നെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങളുടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവരുടെ ഓവറീസിൽ 1 മില്യൺ ഓഫ് എഗ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ എഗ്ഗിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നത്. അതായത് ഒരു മാസം ലെഫ്റ്റ് സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും നമ്മുടെ എഗ്ഗ് പുറത്തോട്ട് റിലീസ് ആവുന്നത്. അപ്പോൾ എല്ലാ മാസത്തിലും ഓരോ എഗ്ഗ് വെച്ച് നമ്മുടെ ഓവറീസിൽ നിന്നും റിലീസ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കലും നമ്മുടെ എഗ്ഗിൻ്റെ എണ്ണം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല, കുറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് നിങ്ങളോട് 25 ഫസ്റ്റ് ബേബി എങ്കിലും വേണമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗ്ഗ് ഫ്രീസിങ് മെത്തേഡ് ചൂസ് ചെയ്യാവുന്നതാണ്. 25 to 30 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നത്. ഇനി നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം സിംറ്റംസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക? അതിൽ ഒന്നാമത്താണ് ഇറഗുലർ പീരിയഡ്, അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കാണ്ടിരിക്കുക. ഇനി അവിടെ ഓവുലേഷൻ നടക്കുന്നുണ്ട്, എന്നാൽ ക്വാളിറ്റി ഇല്ലാത്ത എഗ്ഗായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഏർലി പ്രഗ്നൻസിയിൽ ഒരുപാട് സ്ത്രീകളിൽ മിസ്കാരേജ് ഉണ്ടാകുന്നത്. ഈ മിസ്കാരേജ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവാണെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ 3 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോൾ ഒക്കെ ആയിരിക്കും അവരുടെ പീരിയഡ് വരുന്നത്. ഇങ്ങനെയും നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറവുള്ളവർക്ക് കാണാറുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കുക. കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നിങ്ങളിലിപ്പോൾ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരു 35 ഇയേഴ്സ് അല്ലെങ്കിൽ 30 ഇയേഴ്സ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എത്ര എഗ്ഗ് ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ടെസ്റ്റ് നടത്താവുന്നതാണ്. AMH ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ ഓവറീസിൽ ഇനി ബാക്കി എത്ര എഗ്ഗ് ഉണ്ട് എന്നുള്ളത്. ഇനി നിങ്ങളുടെ ശരീരത്തിൽ ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? അതിൽ നമുക്ക് ഓവുലേഷൻ കിറ്റ് ഉപയോഗിക്കാം. ഈ കിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഓവുലേഷൻ എന്നാണ് നടക്കുക എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമല്ലോ. അതായത് നിങ്ങളുടെ പീരിയഡ് കഴിഞ്ഞ ഒരു 12ാമത്തെ ദിവസമോ 14ാമത്തെ ദിവസമോ ആയിരിക്കും നോർമൽ എല്ലാ സ്ത്രീകളിലും ഓവുലേഷൻ സംഭവിക്കുന്നത്. ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു കിറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇനി നിങ്ങളിൽ ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിൽ എന്തായാലും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു സ്പോട്ടിങ് കാണാൻ വേണ്ടി പറ്റും, ചെറിയൊരു ബ്ലഡ് സ്പോട്ടിങ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു ലൈറ്റായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടുള്ള വേദന അനുഭവപ്പെടാറുണ്ട്. ചില സ്ത്രീകളിൽ എഗ്ഗ് പുറത്തോട്ട് റിലീസ് ആവുന്ന സമയത്ത് അവർക്ക് പെയിൻ അനുഭവപ്പെടാറുണ്ട്. അടിവയറ്റിലോ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലായിട്ടൊക്കെ പെയിൻ അനുഭവപ്പെടാറുണ്ട്. അതുമാത്രമല്ലാണ്ട് ഡിസ്ചാർജ് നന്നായിട്ട് കാണാറുണ്ട്. ഈ വൈറ്റ് കളർ ഡിസ്ചാർജ് ഹെവി ആയിട്ട് ഈ ഒരു സമയങ്ങളിൽ കൂടുതലായിട്ടും കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാർട്ട്ണറോടുള്ള താല്പര്യം ഈ ഒരു സമയത്ത് ഒരുപാടായിട്ട് കാണാറുണ്ട്. ഇതൊക്കെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് നമുക്ക് കണ്ടുവരുന്നത്. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഓവുലേഷൻ സ്റ്റാർട്ടായി എന്നുള്ളത്. ഇനി നമ്മുടെ എഗ്ഗിന് ക്വാളിറ്റി ഉണ്ട്, എന്നാൽ നമ്മുടെ യൂട്രസിൻ്റെ കപ്പാസിറ്റി, അതുപോലെ തന്നെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ കപ്പാസിറ്റി, എൻഡോമെട്രിയൽ ലൈനിൻ്റെ തിക്നെസ്, ഇവയൊക്കെ അനുസരിച്ചിട്ടിരിക്കും നമ്മളൊരു പ്രഗ്നൻസി പോസിബിൾ ആകുന്നത്. ഇനി ഇതെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സ്പെർമിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നത്. സാധാരണഗതിയിൽ നോർമലി ഒരു എഗ്ഗിന് വേണ്ടത് 23 ക്രോമസോമുകളാണ്. ഈ 23 ക്രോമസോമുകളിൽ കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ അത് ബാധിക്കുന്നതാണ്. നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കം അത് കറക്റ്റായിരിക്കണം. അതായത് ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും നമ്മൾ ഡെയിലി ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. അടുത്തത് നമ്മളുടെ സ്ട്രെസ്സ് അത് മാനേജ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ ഈ 2 ഹോർമോൺസിൻ്റെ അളവ് ഒരുപാടായിട്ട് ഇൻക്രീസ് ആവും. ഇത് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യോഗ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ ഒഴിവാക്കുന്ന നിങ്ങൾക്ക് കുറച്ച് ഹാബിറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെറീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. സ്ട്രോബെറി, റസ്ബെറി, ബ്ലൂബെറി ഇവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഇതെല്ലാം നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഗ്ഗിൻ്റെ ക്വാളിറ്റി മാത്രമല്ല സ്പെർമിൻ്റെ ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓവറീസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോൻ്റെ അളവൊന്ന് ബൂസ്റ്റ് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാം എന്നുണ്ടെങ്കിൽ നമുക്ക് യോഗ ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്യാം. ഫെർട്ടിലിറ്റി യോഗാസ് ഒരുപാട് അവൈലബിൾ ആണ്, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗിനെ കിട്ടാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഫുഡിൽ ഡെയിലി നിങ്ങൾക്ക് ബീൻസും അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൽ ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട്.
അയൺ, വൈറ്റമിൻ ബി കോംപ്ലക്സ് ആൻഡ് മഗ്നീഷ്യം ഇതെല്ലാം നമ്മുടെ എഗ്ഗിൻ്റെ ഗ്രോത്തിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഫുഡിൽ ഈ പയർവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ഒന്നാമത്തേതാണ് സൺഫ്ലവർ സീഡ്, അതുപോലെ തന്നെ പംകിൻ സീഡ്, ഫ്ലക്സ് സീഡ്, സെസമി സീഡ്. ഇവയെല്ലാം നമ്മുടെ ഹോർമോണൽ ബാലൻസ് ഓക്കെ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അവഗാഡോസ്, സിനമൺ, പിന്നെന്താ ജിഞ്ചർ, ഇവയൊക്കെ നമ്മൾ ഡെയിലി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷൻ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിലൊന്ന് ഉൾപ്പെടുത്തുക. അത് കുറച്ചും കൂടെ നന്നായിരിക്കും നമ്മുടെ പ്രഗ്നൻസി പോസിബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.